സാധാരണ വീടുകളിൽ ലിന്റലിന് മുകളിൽ 4 വരി കല്ലാണ് പടവ് വരുന്നത്. എന്നാൽ ചില മോഡലുകൾ 3D ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കൂടുതലായി കാണിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായും അവിടെ 2 കല്ല് കൂടി എക്സ്ട്രാ പടവ് നടത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 3D നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ ലിന്റലിന് മുകളിൽ എത്ര കല്ലാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിൽക്കുകയില്ല. അതിനനുസരിച്ച് ബഡ്ജറ്റ് മാറി മറിയുന്നതാണ്. അപ്പോൾ വീട് നിർമ്മാണത്തിന് 3D നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ എക്സ്പെൻസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഞ്ചിനീയറോടെ സൂപ്പർവൈസറോടെ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ വീടിൻ്റെ പ്ലാനിങ് നടത്തുക. അപ്പോൾ ഇങ്ങനെ ലിന്റലിന് മുകളിൽ അപ്പോൾ 6 വരിയാകും. വീടിന് കൂടുതൽ ഹൈറ്റ് തോന്നിക്കുകയും ചെയ്യും, ചൂടിന് കുറച്ച് കുറവുണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും നമ്മുടെ ബഡ്ജറ്റ് നോക്കി വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ 3Dക്കും വ്യത്യസ്തമായ എക്സ്പെൻസുകളാണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3D ഡിസൈൻ ചെയ്യുമ്പോൾ വലിയ ഹൈറ്റുള്ള വീടായി തോന്നിക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ വലിയ വീടായി തോന്നുകയും, സാധാരണ നമ്മൾ ലിന്റലിന് മുകളിൽ 4 വരി പടുത്തതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും 2 വരി കൂടി വരുന്ന സമയത്ത് വലിയ വീടായി നമുക്ക് ഹൈറ്റിൽ കൂടുതൽ തോന്നുകയും അത് സുരക്ഷയ്ക്ക് തന്നെ ഒരുപക്ഷെ അത് ഭീഷണിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ നമ്മൾ കാര്യക്ഷമമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതിനനുസരിച്ച് വീട് വലുതാകുന്നതിനനുസരിച്ച് ഫൗണ്ടേഷനിൽ തന്നെ നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ SMB Drafts യൂട്യൂബ് ചാനൽ.